ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു സ്റ്റഡി വ്ലോഗാണ്. എൻ്റെ ACCയുടെ എക്സാമിൻ്റെ ടൈമിൽ ഞാൻ എടുത്തു വെച്ച കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി വ്ലോഗാണ്. ഈ ജേണിയിൽ ഞാൻ മിക്ക ടൈമിലും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യൽ രാത്രിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. രാത്രി എന്നും ഒരേ ടൈമൊന്നും ആവില്ല. ചില ദിവസം രാത്രി ഒരു 7 മണിയാകുമ്പോൾ ഇരുന്നിട്ട് 10 മണി വരെ ഇരുന്ന് പിന്നെ ഞാൻ ഉറങ്ങിയിട്ട് ഇതേപോലെ 2 മണിയാകുമ്പോൾ എണീക്കും. അല്ലെങ്കിൽ ഞാൻ രാവിലെ ഒരു 3 മണി 4 മണിക്കാകുമ്പോൾ എണീച്ചിട്ട് പിന്നെ അന്നത്തെ ദിവസം ഞാൻ അങ്ങനെ പകൽ ഉറങ്ങുന്നില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇന്നത്തെ ദിവസം സംഭവിച്ചത്, തലേ ദിവസം ഞാൻ കുറച്ച് നേരത്തെ ഒരു 8 മണി 8:30 ആകുമ്പോൾ ഉറങ്ങിയിട്ട് 2 മണിയാകുമ്പോൾ നീച്ച്. ഈ ഉറക്കമില്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ മെയിൻ എനിക്ക് എഫക്റ്റ് ചെയ്യില്ല. ഉറക്കമില്ലെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ ആൻസർ അറിയിരിക്കും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, പെട്ടെന്ന് തീർക്കണം, എന്നിട്ട് പോയി ഉറങ്ങണം, ആ ഒരു രീതിക്ക് വരും. അപ്പം ഞാൻ കുറച്ച് നന്നായിട്ട് ഉറങ്ങില്ല, പക്ഷേ ആ ഒരു എനർജി കിട്ടാനുള്ള ഉറക്ക് ഞാൻ എന്തായാലും പാസ്സാക്കലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്റ്റഡി ഹബിലെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് തെറ്റിയാലും അതിൻ്റെ താഴെ ആൻസർ ആയിട്ട് സ്റ്റഡി ഹബിലാകുമ്പോൾ നല്ല എക്സ്പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എടുത്തിട്ട് അതുപോലെ ചെയ്ത് നോക്കും, എന്നിട്ടാണ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു 4 മണിക്കൂർ ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഞാനിങ്ങനെ സ്ഥലം മാറിയിരിക്കും. ഞാൻ അത്രയും നേരം ഓൺലൈൻ ഇരുന്നിരുന്നത്. അപ്പോൾ ഒരു 6:00 ആകുമ്പോൾ വെളിച്ച് വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞാൻ പോയിട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ചെയ്യാണ്. ഈ ടൈമിലൊക്കെ ഞാൻ സ്റ്റഡി ഹബിനാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ചാപ്റ്റർ ഞാൻ ആദ്യം തന്നെ ഇനിയിപ്പോൾ എപ്പോൾ പഠിക്കുമ്പോഴും അതിൻ്റെ നോട്ടും കാര്യം പ്രിൻ്റ് ആയതോ അല്ലെങ്കിൽ ഞാൻ എഴുതി വെച്ച നോട്ടുണ്ടെങ്കിൽ അത് രണ്ടും മര്യാദക്ക് നോക്കിയിട്ട് അതിൻ്റെ സ്റ്റഡി ഹബ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ അതിൻ്റെ അതുപോലെ ചെയ്യും. അങ്ങനെ ടോട്ടൽ 20 ചാപ്റ്റേഴ്സോളാണ് ഇതിലുള്ളത്. ക്ലാസ്സൊക്കെ തുടങ്ങി പകുതിയായപ്പം കുറച്ച് മടി പിടിച്ചു. അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പറ്റി മിസ്റ്റേക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യും. അപ്പോൾ 6 മണിയാകുമ്പോൾ ഇരുന്ന് ഞാൻ ഒരു 8 മണി 8:30 വരെയോളം ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് അടുത്ത ദിവസം രാത്രി ഇതേ സെയിം ടൈമിലാണ്. കാരണം അന്നത്തെ ദിവസം എൻ്റെ ഫാമിലിയിൽ ഒരു പരിപാടി ഉണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പകലൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇന്നും ഞാൻ ഈ ഒരു റൂമിലാണ് പഠിക്കാൻ വേണ്ടിയിരിക്കുന്നത്. എനിക്ക് പേടിൻ്റെ അസുഖങ്ങളുണ്ട്. എനിക്ക് ആ ഹോളിലൊന്നും ഇരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. പിന്നെ അന്നത്തെ ദിവസം എൻ്റെ അമ്മമ്മക്ക് വീട്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ ഹോളിൽ ഇരുന്ന് പഠിച്ചത്. ഞാൻ പഠിക്കുന്ന ടൈമിൽ എൻ്റെ പഠിക്കുന്ന സ്ഥലത്ത് ഒരു സാധനം ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്ന അല്ലാത്ത വേറൊരു സാധനം ഉണ്ടാവണം എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു സംഭവങ്ങൾ അവിടെ എല്ലാം മാറ്റി വെച്ച് ലാപ്പും കാര്യങ്ങളും മാത്രം അവിടെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഫസ്റ്റിലെ 5 ചാപ്റ്റേഴ്സോളം കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഇതിൻ്റെ BPP കിറ്റും കപ്ലാൻ്റെ ക്വസ്റ്റ്യൻസും ഞാൻ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും അത് രണ്ടും ചെയ്യലുണ്ട്. പിന്നെ മാത്രമല്ല റിവിഷൻ കഴിയുമ്പോഴും, അതായത് റിവിഷൻ്റെ ആ ടൈമിലും ഞാൻ സ്റ്റഡി ഹബ് ചെയ്തില്ല. അതിന് പകരം രണ്ടുമാണ് ചെയ്തത്. മെൻറ്റേഴ്സൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്റ്റഡി ഹബിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഏകദേശമൊക്കെ പോലെ ആയിരിക്കും നമ്മൾ മെയിൻ എക്സാമിന് ഉണ്ടാവാന്ന്. അപ്പോൾ എനിക്ക് സ്റ്റഡി ഹബ്ബാണ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. കാരണം അതായത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അത് തെറ്റിയാൽ അതിൻ്റെ താഴെ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വീണ്ടും റീടേക്ക് എടുത്ത് അത് ചെയ്ത് നോക്കിയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഈ ഒരു സ്റ്റഡി വ്ലോഗ് എന്ന് പറയുന്നത് എൻ്റെ എക്സാമിൻ്റെ ഒരു അടുത്ത 4 ദിവസം കഴിഞ്ഞ എക്സാം ആണെങ്കിൽ അത് 4ാമത്തെ 3ാമത്തെ ദിവസത്തെ വ്ലോഗ്സ് ആണ് അതൊക്കെ. അപ്പോൾ മെൻറ്റേഴ്സൊക്കെ അവസാനം അപ്പോൾ പറഞ്ഞത് ടൈം മാനേജ്മെൻറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കാനാണ് എന്നോട് പറഞ്ഞത് എൻ്റെ മെൻറ്റർ. കാരണം എനിക്ക് മോക്ക് എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ടൈം തികഞ്ഞിട്ടില്ല. ഒന്നെങ്കിൽ 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ 2 മാർക്സിൻ്റെ കംപ്ലീറ്റ് ആവില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ കുറച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് എനിക്ക് വിശക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇവിടെ ഇന്ന് സ്നാക്സ് ഒന്നുമില്ല, തലേ ദിവസത്തെ ബാക്കി ഫ്രൈഡ് റൈസ് ആണുള്ളത്. അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്നത് ഒരു 4 മണിക്കാകുമ്പോഴാണ്. ഇനി ഒരു 6 മണിക്കാകുമ്പോൾ പോയിട്ട് ഉറങ്ങണം എന്നാണ് എൻ്റെ പ്ലാന്. എന്നിട്ട് പിന്നെ പകൽ ഒന്നുകൂടെ വീണ്ടും ഒരു 2 മണി 3 മണിയാകുമ്പോൾ ഇരിക്കണം എന്നാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ള ഒരു സ്റ്റഡി വ്ലോഗ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.